ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് 5th സീസണിന്റെ എപ്പിസോഡ് വൈസ് റീക്യാപ്പ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡിന്റെ റീക്യാപ്പ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ എത്രയും വേഗം നമുക്ക് സെക്കൻഡ് എപ്പിസോഡിലേക്ക് പോവാം. കമോൺ. സോ ചാപ്റ്റർ 2 ദ വാനിഷിംഗ് ഓഫ് ഹോളി വീലർ എന്ന സെക്കൻഡ് എപ്പിസോഡ് ആദ്യ എപ്പിസോഡ് എവിടെ എത്തി നിൽക്കുന്നോ അവിടെ നിന്ന് ഡയറക്റ്റ് കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്സൈഡ് ഡൗണിൽ നിന്നും ഹോളിയുടെ റൂമിലേക്ക് ഒരു പോർട്ടൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വന്ന ഡെമോഗോർഗൺ ഇപ്പോൾ അവളെ പിടിച്ചു വലിച്ച് അപ്സൈഡ് ഡൗണിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷെ ഒരുവിധം അതിന്റെ പിടിയിൽ നിന്നും വഴുതി മാറുന്ന ഹോളി മറ്റൊരു റൂമിലുള്ള തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. തന്റെ റൂമിൽ ഒരു മോൺസ്റ്റർ വന്നിട്ടുണ്ടെന്ന ഹോളിയുടെ കരച്ചിലുകൾ ആദ്യം ഒരു നൈറ്റ്മെയർ മാത്രമാണെന്ന് കരുതുന്ന കാരൻ വീലർ വൈകാതെ തന്നെ അവൾ പറയുന്നത് സത്യമാണെന്ന് തിരിച്ചറിയുന്നു. അവരിപ്പോഴുള്ള വാഷ്റൂമിന്റെ ഡോർ തകർത്ത് ഡെമോഗോർഗൺ ഉള്ളിലേക്ക് വരുമ്പോൾ അമ്മയും മകളും ബാത്ത് ടബിൽ വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നു. ഈ സമയം വീടിനുള്ളിലെ ബഹളങ്ങൾ ശ്രദ്ധിക്കുന്ന മിസ്റ്റർ വീലർ അകത്തേക്ക് കയറി വരുന്നു. അവിടെ തന്റെ മുന്നിൽ നിൽക്കുന്ന ഭീകര സത്വത്തെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടുന്നെങ്കിലും പുള്ളി തന്റെ കയ്യിലെ ഗോൾഫ് ക്ലബ്ബ് കൊണ്ട് അതിനെ അടിക്കുന്നു. പക്ഷെ ഡെമോഗോർഗൺ തിരിച്ച് അതിന്റെ ക്ലോസ് ഉപയോഗിച്ച് കനത്തിൽ ഒരെണ്ണം കൊടുക്കുന്നതോടെ പാവം മിസ്റ്റർ വീലർ ഗുരുതരമായി പരിക്കേറ്റ് ഒരു സൈഡിലേക്ക് തെറിച്ചു വീഴുന്നു. ഈ ഗ്യാപ്പിൽ ഹോളിയും കാരനും സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നെങ്കിലും ശരീരം നനഞ്ഞിരിക്കുന്ന കാരൻ നിലത്ത് കാൽ വഴുതി വീഴുന്നു. ഡെമോഗോർഗൺ അവരെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ കാരൻ അവിടെ ഇരിക്കുന്ന വൈൻ ബോട്ടിൽ എടുത്ത് അടിച്ചു പൊട്ടിച്ച ശേഷം അതുകൊണ്ട് ഡെമോഗോർഗന്റെ തലയിൽ ശക്തമായി സ്റ്റാബ് ചെയ്യുന്നു. ആരുടെ കാര്യത്തിലാണ് തീരുമാനമായതെന്ന് ഒറ്റയടിക്ക് കാണിക്കുന്നതിന് പകരം തൊട്ടടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് വില്ലിന്റെ വിഷനിൽ നിന്നും കാര്യങ്ങൾ അറിഞ്ഞത് പ്രകാരം തന്റെ ഫാമിലിയെ രക്ഷിക്കാൻ കാർ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന നാൻസിയെയും അവൾക്കൊപ്പമുള്ള ഇലവനെയുമാണ്. അവർക്ക് പിന്നാലെ കുറച്ചു ദൂരത്തായി മൈക്കും ലൂക്കസും സൈക്കിളിൽ അവിടേക്ക് തന്നെ വരികയാണ്. വീട്ടിലെത്തുമ്പോൾ നാൻസി കാണുന്നത് ഡെമോഗോർഗൺ ഗുരുതരമായി പരിക്കേൽപ്പിച്ച് മരണത്തിന്റെ വക്കോളം എത്തിച്ചിരിക്കുന്ന തന്റെ അമ്മയെയാണ്. കാരനെ ആക്രമിച്ച ശേഷം ഡെമോഗോർഗൺ ഹോളിയെ ആ റൂമിൽ തന്നെ ഒരു പോർട്ടൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അപ്സൈഡ് ഡൗണിലേക്ക് കൊണ്ടുപോയതായി അവർ മനസ്സിലാക്കുന്നു. പക്ഷെ ഗേറ്റ് ഇപ്പോഴും ലൈവ് ആണ്, അത് ക്ലോസ്ഡ് ആകാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സോ നാൻസിയുടെ പെർമിഷനോട് കൂടി ഇലവൻ ആ ഗേറ്റിലൂടെ അപ്സൈഡ് ഡൗണിലേക്ക് കടക്കുന്നു. അവിടെ അവൾക്ക് ഹോളിയെ രക്ഷിക്കുക മാത്രമല്ല അവിടെ സ്റ്റക്കായിരിക്കുന്ന ഹോപ്പറിനെ സഹായിക്കേണ്ടത് കൂടിയുണ്ട്. ഇതോടൊപ്പം നാൻസി തന്റെ പാരന്റ്സിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള അവരെ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുമ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന മൈക്കിനെയും ലൂക്കസിനെയും നാൻസിയെയും നമുക്ക് കാണാം. നാൻസി ഇപ്പോൾ വിഷമത്തിനൊപ്പം നല്ല ദേഷ്യത്തിലും കൂടിയാണ്. വെക്ന ഈ കാര്യങ്ങളൊക്കെ മുമ്പ് തന്നെ തനിക്ക് ഒരു വിഷനിലൂടെ കാണിച്ചു തന്നിട്ടും തങ്ങൾ ആരും അവനെ വിശ്വസിക്കാതെ ഇരുന്നതിൽ അവൾ സ്വയം തന്നെയും തന്റെ ടീമിനെയും കുറ്റപ്പെടുത്തുന്നു. കുറഞ്ഞ പക്ഷം ഈ കാര്യങ്ങൾ അറിഞ്ഞ ഉടനെ എല്ലാം പാരന്റ്സിനോട് തുറന്നു പറഞ്ഞ് അവരെ ടൗണിൽ നിന്നും പറഞ്ഞയച്ചിരുന്നെങ്കിൽ അവരെങ്കിലും രക്ഷപ്പെട്ടേനെ എന്ന് അവൾ വിലപിക്കുന്നു. ഇവിടെ മൈക്ക് ചെറിയ ചില എതിർപ്പുകൾ പറയാൻ ശ്രമിക്കുന്നെങ്കിലും മുൻ സീസൺസിനെ അപേക്ഷിച്ച് അവനിപ്പോൾ വളരെ മെച്ചുവേർഡായ ബിഹേവിയർ ആണെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടാണ് തോന്നിയത്. പക്ഷെ സംസാരത്തിനിടെ ലൂക്കസ് ഈ നടക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രതികാരം ചെയ്യാനായിരുന്നെങ്കിൽ വെക്നയ്ക്ക് അവരുടെ പാരന്റ്സിനെയും ഹോളിയെ തന്നെയും കൊന്നുകളഞ്ഞാൽ മതിയല്ലോ. പകരം അൺയൂഷ്വൽ ആയ രീതിയിൽ പാരന്റ്സിന്റെ ജീവൻ ബാക്കി വെച്ചുകൊണ്ട് ഹോളിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതും ഡെമോഗോർഗനെ ഉപയോഗിച്ച് കൃത്യം 3 വർഷങ്ങൾക്ക് മുൻപ് വില്ലിനെ കിഡ്നാപ്പ് ചെയ്ത അതേ രീതിയിൽ. വില്ലിനെ പിടിച്ചുകൊണ്ടുപോയ നവംബർ 6 എന്ന ഡേറ്റിനോട് വളരെ അടുത്തായി ഇപ്പോൾ നവംബർ 3 ഹോളിയെയും കൊണ്ടുപോയിട്ടുള്ളത് എന്നും ഇത് വെറും ഒരു കോയിൻസിഡൻസ് മാത്രമായി കാണാൻ കഴിയില്ലെന്നും ഇതെല്ലാം വെക്നയുടെ പ്ലാൻ ആണെന്നുമാണ് ലൂക്കസിന്റെ ആംഗിൾ. അടുത്തതായി നമ്മൾ കാണുന്നത് വീലേഴ്സിന്റെ വീട്ടിൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്ന മിലിറ്ററിയാണ്. അവിടെ എത്തുന്ന മിലിറ്ററി ചീഫ് സംഭവങ്ങൾ നടക്കുമ്പോൾ നാൻസി തനിച്ചായിരിക്കില്ല അവിടേക്ക് വന്നതെന്ന് അനുമാനിക്കുന്നു. മറ്റാരോ കൂടി, അതായത് സ്പെസിഫിക്കലി 11 കൂടി അവിടെ ഉണ്ടായിരുന്നതായി അയാൾ സംശയിക്കുന്നു. ഇത് ബോധ്യപ്പെടാനായി ചുറ്റുപാടുമുള്ള എല്ലാ CCTV ഫുട്ടേജസും പരിശോധിക്കാൻ അയാൾ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. അതേസമയം ഇപ്പോൾ അപ്സൈഡ് ഡൗണിൽ എൽ ഹോളിയെ അന്വേഷിക്കാൻ മുന്നോട്ട് നീങ്ങുകയാണ്. പെട്ടെന്ന് കാട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ട് നോക്കുന്ന എൽ അവിടെ ഒരു രൂപം കണ്ട് അത് ഡെമോഗോർഗൻ ആണെന്ന് കരുതി തന്റെ പവർ അവിടേക്ക് ഫയർ ചെയ്യുന്നു. പക്ഷെ അത് വന്ന് കൊണ്ടത് സത്യത്തിൽ ഹോപ്പറിനായിരുന്നു. 11 വേഗം അയാളുടെ അടുത്തെത്തുന്നു. റീയുണൈറ്റ് ചെയ്തതിൽ അവർക്ക് സന്തോഷമുണ്ടെങ്കിലും എൽ തന്റെ അനുവാദം ഇല്ലാതെ ഇവിടേക്ക് വന്നതിൽ ഹോപ്പർ അസ്വസ്ഥനാണ്. പക്ഷെ ചുരുങ്ങിയ വാക്കുകളിൽ വീലേഴ്സിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളും ഹോളിയുടെ കിഡ്നാപ്പിംഗും അയാളെ ധരിപ്പിച്ച ശേഷം എൽ വീണ്ടും തന്റെ മിഷൻ തുടരുന്നു. നിവർത്തിയില്ലാതെ ഹോപ്പറും അവൾക്കൊപ്പം കൂടുന്നു. ഇപ്പോൾ റിയൽ വേൾഡിൽ റോബിനും ജോയ്സും ചേർന്ന് റേഡിയോ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. റോബിൻ ഒരു റീപ്ലേസ്മെന്റ് ഫ്യൂസ് എടുക്കാൻ പോകുന്ന സമയത്ത് ജോയ്സ് വില്ലിനോട് സംസാരിക്കുന്നു.
വിൽ തനിക്കിപ്പോൾ വീണ്ടും വിഷൻസ് ഉണ്ടാവുകയാണ് എന്നും അവ ഇപ്പോൾ മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമാണെന്നും വിശദീകരിക്കുന്നു. ഇപ്പോൾ അവ വെറും വിഷൻസ് മാത്രമല്ല, POV അഥവാ പോയിന്റ് ഓഫ് വ്യൂ എക്സ്പീരിയൻസസ് കൂടെയാണ്. അതായത് നമ്മൾ ഈ ഫസ്റ്റ് പേഴ്സൺ ഗെയിംസ് ഒക്കെ കളിക്കുന്നത് പോലെ ഡെമോഗോർഗൺ ആരെയെങ്കിലും കൊല്ലുമ്പോൾ താൻ തന്നെ ഡെമോഗോർഗണായി അത് ചെയ്യുന്നത് പോലെയാണ് അവനിപ്പോൾ തോന്നുന്നത്. തന്റെ ഹൈവ് മൈൻഡ് എങ്ങനെയോ വെഗ്നയുടേതും ഡെമോഗോർഗന്റെയുമായി റീകണക്ട് ആയിട്ടുണ്ട് എന്നാണ് അവൻ കരുതുന്നത്. താൻ അങ്ങ് ദൂരെ കാലിഫോർണിയയിലായിരുന്നപ്പോൾ പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും തിരികെ ഹോക്കിൻസിൽ എത്തിയപ്പോഴാണ് വീണ്ടും കണക്ഷൻ ഫീൽ ചെയ്തത് എന്നും കൂടി അവൻ ഓർക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് മടങ്ങിയെത്തുന്ന റോബിൻ വില്ലിന്റെ മൈൻഡ് ഒരു റിസീവർ പോലെ ആയിരിക്കാം എന്ന് സജസ്റ്റ് ചെയ്യുന്നു. റിസീവർ ആന്റനയിലേക്ക് റേഡിയോ വേവ്സ് എത്തുന്നത് പോലെ വിൽ ഹോക്കിൻസിലേക്ക് അഥവാ വെഗ്നയുടെ സമീപത്തേക്ക് എത്തുമ്പോൾ സിഗ്നൽസ് അവന്റെ മൈൻഡിലേക്ക് എത്തുന്നതാവാം എന്നാണ് അവൾ കരുതുന്നത്. താനൊരു റിസീവർ ആണെങ്കിൽ ഹോളിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ തനിക്ക് കഴിയുമെന്ന് വില്ലും പറയുന്നു. എന്നാൽ ഇത്തരത്തിലൊരു റിസ്ക് എടുക്കാൻ എന്ത് വന്നാലും അനുവദിക്കില്ല എന്നാണ് ജോയ്സിന്റെ സ്റ്റാൻഡ്. അപ്സൈഡ് ഡൗണിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ റീസ്റ്റോർ ചെയ്ത് ഹോപ്പറും 11-മായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് തങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് പുള്ളിക്കാരിയുടെ അഭിപ്രായം. താൻ ഇത്തരത്തിൽ റെസ്ട്രിക്റ്റഡ് ആവുന്നതിൽ വിൽ വളരെ അപ്സെറ്റ് ആണ്. ഈ നേരത്ത് സ്റ്റീവും ജോനത്തനും ഇപ്പോൾ അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി വഴിയിലാണ്. ഒരു പരിചയക്കാരിയായ പെൺകുട്ടിയുടെ കാറിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അവർ വാനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നു. നാൻസിയുടെ മുമ്പിൽ ഷോ കാണിക്കാൻ സ്റ്റീവ് ശ്രമിക്കുന്നതായി ജോനത്തൻ അക്യൂസ് ചെയ്യുമ്പോൾ അവൾ ഇപ്പോൾ തന്റെ നല്ലൊരു ഫ്രണ്ട് ആണെന്നും തന്നോട് മത്സരിക്കുന്ന സമയം കൊണ്ട് ജോനത്തൻ അവളുമായി പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവരുടെ റിലേഷൻഷിപ്പ് വീണ്ടും നോർമൽ ആകുമെന്ന് സ്റ്റീവൻ തിരിച്ചടിക്കുന്നു. അവരൊരു കോംപ്രമൈസിലേക്ക് എത്തുന്നതിനിടെ അവിടേക്ക് സൈക്കിളും ഉരുട്ടി മുഖത്ത് ചോരയെ ഒലിപ്പിച്ച് കടന്നു വരികയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ആന്റിയും കൂട്ടിന് പഞ്ഞിക്കിട്ടുകൊണ്ടിരുന്ന സാക്ഷാൽ ഡസ്റ്റിൻ. അപ്സൈഡ് ഡൗണിൽ ഹോപ്പർ ഇപ്പോൾ 11നോട് അവൾ നേരത്തെ ടണൽസ് ഉപയോഗിക്കാതെ ഓപ്പൺലി ഒരു കാറിൽ നാൻസിയോടൊപ്പം വീലേഴ്സിന്റെ വീട്ടിലേക്ക് സഞ്ചരിച്ചതിൽ ദേഷ്യപ്പെടുന്നു. മിലിറ്ററി ഇതിനോടകം അവളുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നും 11നെ ഹണ്ട് ചെയ്യാൻ അവർ അപ്സൈഡ് ഡൗണിലേക്ക് ഉടൻ എത്തുമെന്നും അയാൾ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ഹോളിയെ കണ്ടുപിടിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന 11 നിലത്ത് കിടക്കുന്ന ബ്ലഡിൽ നിന്നും ഡെമോഗോർഗൻ ഇഞ്ചേർഡ് ആണെന്നും അത് അധികം ദൂരെ ആയിരിക്കില്ലെന്നും മനസ്സിലാക്കി ആ ട്രെയിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് തന്നെ പോകുന്നു. തൊട്ടടുത്ത സീനിൽ നടന്ന സംഭവങ്ങളും ബാഡ് ന്യൂസുകളും എല്ലാം കോമയിൽ കിടക്കുന്ന മാക്സിനോട് ഷെയർ ചെയ്യുന്ന ലൂക്കസിനെയാണ് നമ്മൾ കാണുന്നത്. വെഗ്നയെ വകവരുത്തി എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കണം അടുത്തതായി മാക്സിന് നൽകുന്ന അപ്ഡേറ്റ് എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊട്ടും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന് നമ്മളെപ്പോലെ ലൂക്കസിനും അറിയാം. സോ ഫൈറ്റ് ചെയ്യാനും ജയിക്കാനും മാക്സിമം ടീം സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണമെന്നും അതിന് മാക്സ് കൂടെ ഉണർന്ന് തങ്ങൾക്കൊപ്പം ചേരണം എന്നുമുള്ള തന്റെ പ്രതീക്ഷയാണ് അവൻ മാക്സിനോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് കൂടെ ആ പ്രതീക്ഷ തന്നുകൊണ്ട് മാക്സിന്റെ വൈറ്റൽ മോണിറ്ററിലേക്ക് സൂം ചെയ്തുകൊണ്ടാണ് എപ്പിസോഡ് അടുത്ത സീനിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയുള്ള മൈക്ക് നാൻസിയോട് അവന്റെ ഒരു തിയറി പറയുന്നു. ഹോളി അവളുടെ ഫ്രണ്ടായ മിസ്റ്റർ വാട്സറ്റിനെ പറ്റിയും ഹോക്കിൻസിൽ മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് അയാൾ അവളെ വാൺ ചെയ്തതിനെ പറ്റിയും അവളെ അയാൾ രക്ഷിക്കാമെന്ന് പറഞ്ഞതിനെ പറ്റിയുമൊക്കെ അവരോട് പറഞ്ഞിരുന്നു. വാട്സറ്റ് അവൾ വായിക്കുന്ന ബുക്കിൽ നിന്നുള്ള ഇമാജിനറി ഫ്രണ്ട് അല്ലേ എന്ന് നാൻസി ചോദിക്കുമ്പോൾ ബുക്കിലുള്ളത് മിസ്റ്റർ അല്ല മിസ്സസ് വാട്സറ്റ് ആണെന്നും ഹോളി പറഞ്ഞ ആൾ ഇമാജിനറി പേഴ്സൺ ആണെന്ന് ഇപ്പോൾ താൻ കരുതുന്നില്ലെന്നും മൈക്ക് പറയുന്നു. ഈ വ്യക്തിയെ കണ്ടുപിടിച്ചാൽ ഹോളിയുടെ അടുത്തേക്ക് എത്താം എന്നതാണ് മൈക്കിന്റെ തിയറി. തങ്ങളുടെ അമ്മയ്ക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായി പറയാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. പക്ഷെ അവരുടെ ക്രിട്ടിക്കൽ കണ്ടീഷൻ കാരണം ഹോസ്പിറ്റൽ സ്റ്റാഫ് അവരെ കാണാൻ അനുവദിക്കാത്തതിനാൽ എങ്ങനെയെങ്കിലും അകത്തേക്ക് കടന്നുകൂടാൻ നാൻസിയും മൈക്കും തീരുമാനിക്കുന്നു. അതേസമയം ഇപ്പോൾ വാൻ ശരിയാക്കി അതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ ജോനത്തൻ റേഡിയോ കണക്ഷൻ റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റീവും ഡസ്റ്റിനും തമ്മിൽ ആർഗ്യുമെന്റ്സ് നടക്കുകയാണ്. ഡസ്റ്റിന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കാരണം അവർ തമ്മിലുള്ള ഡൈനമിക്സ് ഒക്കെ തെറ്റിയിരിക്കുകയാണ്. ഒപ്പം ഡസ്റ്റിൻ തന്റെ അഭാവത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ പ്രോസസ് ചെയ്തെടുക്കാനും ശ്രമിക്കുകയാണ്. ഈ സമയം റേഡിയോ സ്റ്റേഷനിൽ റോബിൻ ഫ്ലക്സ് കപ്പാസിറ്റർ തകരാറിലാണെന്നും അത് ശരിയാക്കാൻ 2 പേർ വേണമെന്നും ജോയ്സിനോട് കള്ളം പറഞ്ഞുകൊണ്ട് വില്ലിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി മാറ്റി നിർത്തി വെഗ്നയെ നേരിടാൻ അവന്റെ പ്ലാനിലൂടെ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നതായി അറിയിക്കുന്നു. സോ അവർ ജോയ്സിന്റെ റൂൾസ് ബ്രേക്ക് ചെയ്ത് അവൾ അറിയാതെ അവിടെ നിന്നും ഇറങ്ങി വില്ലിന്റെ സിഗ്നൽസ് ഫോളോ ചെയ്ത് ഉച്ചിലേക്ക് പോകുന്നു. അപ്സൈഡ് ഡൗൺ മിലിറ്ററി ബേസിൽ 11ന്റെ CCTV ഫൂട്ടേജസ് എത്തിക്കഴിഞ്ഞു. അവൾ ഇപ്പോൾ ഈ ഡിമെൻഷനിൽ ഉണ്ടെന്ന വിവരം ഡോക്ടർ കെയോട് ആർമി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ നേരം 11 മാക്സിൽ നിന്ന് മുമ്പ് പഠിച്ചിട്ടുള്ള രീതികൾ വെച്ച് ഹോപ്പറിന്റെ മുറിവുകൾ ബാൻഡേജ് ചെയ്യുകയാണ്. അവരൊരു സ്വീറ്റ് ഫാദർ ഡോട്ടർ മൊമെന്റ് ഷെയർ ചെയ്യുകയും താൻ അവളോട് ഇത്ര പ്രൊട്ടക്റ്റീവ് ആവുന്നത് എന്തുകൊണ്ടെന്ന് ഹോപ്പർ വിശദീകരിക്കുകയും ചെയ്യുന്നു. ശേഷം അവർ തങ്ങളുടെ സെർച്ച് തുടരുന്നു. എപ്പിസോഡിന്റെ ഒടുവിലേക്ക് എത്തുമ്പോൾ ഇനി നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ത്രില്ലടിപ്പിക്കാനായി ഓരോ ലൊക്കേഷൻസിലൂടെയും മാറി മാറി സഞ്ചരിച്ചാണ് കാണിക്കുന്നത്. നമുക്ക് പക്ഷേ കാര്യങ്ങൾ ക്ലിയർ ആക്കി തന്നെ പോവാം. മുന്നോട്ട് നീങ്ങുന്ന 11നും ഹോപ്പറിനും ഒരു സ്ഥലത്ത് നിന്നും ഹോളിയുടെ ഷൂ ലഭിക്കുകയും ഡെമോഗോർഗന്റെ ട്രെയിൽ അവസാനിക്കുകയും ചെയ്യുന്നു.
ഇപ്പോൾ അവർക്ക് മുന്നിലുള്ളത് വല്ലാത്ത തരം ഒബ്ജക്ട്സ് കൊണ്ടുള്ള വലിയൊരു മതിലാണ്. ഗെയിം ഓഫ് ത്രോൺസിലെ ദ വാളിനെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള, എന്നാൽ അപ്സൈഡ് ഡൗണിന്റെ മൊത്തത്തിലുള്ള ഡിസ്കസ്റ്റിംഗ് വൈബിന് ചേരുന്ന ഒരു മാസീവ് വാൾ. അതിനപ്പുറത്തേക്ക് എന്താണെന്ന് സെൻസ് ചെയ്യാൻ ഇലവന് കഴിയുന്നില്ല. സോ വെക്ന സൃഷ്ടിച്ച ഒരു വാൾ ആയിരിക്കാം ഇതെന്നും അതിനപ്പുറത്തേക്കാണ് ഹോളിയെ കൊണ്ടുപോയിരിക്കുന്നത് എന്നും അവർ അനുമാനിക്കുന്നു. അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ പക്ഷെ ഒരു മാർഗവുമില്ല. വുഡ്സിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വില്ലും റോബിനും ആകട്ടെ വില്ലിന്റെ മുൻപത്തെ ഒരു വിഷനിൽ കുട്ടികളുടെ വോയിസസ് കേട്ടതിനെ തുടർന്ന് ഇപ്പോൾ ഹോളിയുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. വെക്ന എപ്പോഴൊക്കെ ഒരു വിക്ടിമിനെ ഹണ്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ വില്ലിന്റെ ഹൈവ് മൈൻഡ് കണക്ഷൻ കാരണം വില്ലിനും വെക്ന കാണുന്നത് പോലെ വിക്ടിമിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ കാര്യങ്ങൾ കാണാൻ കഴിയുമെന്ന് അവർ തിരിച്ചറിയുന്നു. ഈ സമയം ഹോസ്പിറ്റലിൽ വേഷം മാറിയ നാൻസിയും മൈക്കും തങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാരിന് സംസാരിക്കാൻ കഴിയാത്തതിനാൽ അവൾക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാനാണ് അവരുടെ പ്ലാൻ. ഹോളിയുടെ ഈ മിസ്റ്റീരിയസ് ഫ്രണ്ടിന്റെ പേര് അവൾ പറഞ്ഞറിയാവുന്ന കാരൻ അത് ആ പേപ്പറിൽ എഴുതുന്നു. അവൾ എഴുതിയ പേര് കണ്ട് നാൻസിയും മൈക്കും നടുങ്ങുന്നു. ഹെൻറി, വെക്നയുടെ റിയൽ ഐഡന്റിറ്റി ആയ ഹെൻറി ഗ്രീൽ. സോ ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി ക്ലിയർ ആവുന്നു. ഹോളിയുടെ ഈ മിസ്റ്റീരിയസ് ഫ്രണ്ട് സാക്ഷാൽ വെക്ന തന്നെയാണ്. അയാളുടെ ആ സമയത്തെ വിക്ടിം ഹോളി ആയിരുന്നതിനാൽ വില്ലിന് കഴിഞ്ഞ എപ്പിസോഡിൽ തല കറങ്ങുന്നത് പോലെ തോന്നിയത് അവൻ അപ്പോൾ മെറിഗോ റൗണ്ടിൽ കിടന്ന് കറങ്ങുകയായിരുന്ന ഹോളിയുടെ പോയിന്റ് ഓഫ് വ്യൂ കണ്ടുകൊണ്ടിരുന്നതിനാലാണ്. തുടർന്നുള്ള അവസാന ഷോട്ടിൽ ഹോളിയെ താൻ രക്ഷിച്ചതായി അവളെ വിശ്വസിപ്പിക്കുകയും അവളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും കൂടി രക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് അവളെ അപ്സൈഡ് ഡൗൺ വാളിനപ്പുറത്ത് വളരെ മനോഹരമെന്ന് തോന്നിക്കുന്ന എൻവയൺമെന്റിലുള്ള പ്രോബബ്ലി ഒരു മെന്റൽ പ്രൊജക്ഷൻ മാത്രമാവാൻ സാധ്യതയുള്ള ഒരു വലിയ ബംഗ്ലാവിനുള്ളിലേക്ക് ഹോളിയെയും കൊണ്ട് നടന്നു കയറി വാതിലടയ്ക്കുന്ന സാക്ഷാൽ ഹെൻറിയെ തന്നെ കാണിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്ലിഫ് ഹാങ്ങറോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ അതാണ് ചാപ്റ്റർ 2 ദ വാനിഷിംഗ് ഓഫ് ഹോളി വീലർ അഥവാ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോള്യൂം 1 സെക്കൻഡ് എപ്പിസോഡ്. ഇനി 2 എപ്പിസോഡ്സ് കൂടിയാണ് ഈ വോള്യൂമിൽ നമുക്ക് നോക്കാനുള്ളത്. അവ കൂടി നമ്മൾ എത്രയും വേഗം നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഒപ്പം നിങ്ങൾ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. എത്രയും വേഗം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.